ശ്രീമതി ടീച്ചറെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള കുറേ ചർച്ചകൾ അല്ലെങ്കിൽ അത്തരം വിമർശനാത്മക നിലപാടൊക്കെ പിണറായി വിജയൻ സ്വീകരിച്ചിരുന്നു. ഇപ്പോഴിതാ എം.എ. ബേബി അതിശക്തമായ ഒരു നിലപാട് എടുക്കുകയാണ്. കേന്ദ്ര കമ്മിറ്റി അംഗത്തെ പങ്കെടുപ്പിച്ചേ മതിയാകൂ, സെക്രട്ടേറിയറ്റിൽ പങ്കെടുപ്പിച്ചേ മതിയാകൂ എന്നുള്ളൊരു തീരുമാനം വരുന്നു. നമ്മുടെ ശ്രീമതി ടീച്ചർക്ക് ഇനി ധൈര്യമായി AKG സെന്ററിൽ സെക്രട്ടേറിയറ്റിൽ ധൈര്യമായി പോകാം. പ്രായപരിധി ഇളവിൽ ഒരു പിണറായി നയം സമവായത്തിന്റേതാണ് എന്ന് തെളിയുകയാണ്. നമുക്ക് എങ്ങനെ ഒരു പിണറായിയെ മെരുക്കാൻ എം.എ. ബേബിക്ക് സാധിച്ചോ? ഈ CPM-ന്റെ ഇപ്പോ ശ്രീമതി ടീച്ചറുമായി ബന്ധപ്പെട്ടുള്ള ഈ വിഷയം എന്റെ കേന്ദ്ര കമ്മിറ്റി എന്നൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു തമാശയായിട്ട് എടുത്താൽ മതി. നിങ്ങൾക്ക് ഞാനൊരു കാര്യം പറയാം. ഞാൻ BJP-യുടെ കാര്യകർത്താവാണെങ്കിലും ഞാൻ CPM-ന്റെ നേതാവായിരുന്നു. CPM-ന്റെ ഏരിയ കമ്മിറ്റി സെക്രട്ടറി, ജില്ലാ സെക്രട്ടറി അംഗം എന്ന നിലയിൽ പ്രവർത്തിക്കുകയും 2 പാർട്ടി കോൺഗ്രസുകളിൽ പങ്കെടുക്കുകയും ചെയ്തിട്ടുള്ള ആളാണ്. അതുകൊണ്ട് CPM-നെ സംബന്ധിച്ച് എനിക്ക് വ്യക്തമായിട്ട് മറ്റാരും പലതിനേക്കാൾ കൂടുതൽ അറിയാം. ഇതിനകത്ത് MV ഗോവിന്ദനും ശ്രീ മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞതാണ് ശരി. കാരണം CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എന്ന് പറഞ്ഞാൽ മഹിളാ അസോസിയേഷന്റെ നേതാവ് എന്ന നിലയിലാണ് ശ്രീമതി ടീച്ചറെ കേന്ദ്ര കമ്മിറ്റിയിൽ എടുത്തിരിക്കുന്നത്. ആ കേന്ദ്ര കമ്മിറ്റിയിലുപരി മഹിളാ അസോസിയേഷന്റെ ദേശീയ നേതാവാണ്, അഖിലേന്ത്യാ ഓൾ ഇന്ത്യ ജനറൽ സെക്രട്ടറി. അവരുടെ പ്രധാനപ്പെട്ട കർത്തവ്യം, ചുമതല കേരളത്തിന് പുറത്തടക്കം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും മഹിളാ പ്രസ്ഥാനം കെട്ടിപ്പടുക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതിനാണ് മുതൽ കേന്ദ്ര കമ്മിറ്റി അതിനാണ് നിശ്ചയിച്ചിരിക്കുന്നത്. കേരളത്തിൽ അവരുള്ള സമയത്ത് സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാം എന്നുള്ളതാണ് പണ്ട് മുതലേ CPM-ന്റെ കീഴ്വഴക്കം. ഇവര് ടീച്ചർ എന്താ ചെയ്യുന്നത് വെച്ചാൽ, ടീച്ചർ മാത്രമല്ല, ഞാനതാ പറഞ്ഞ ഒരു തമാശയായി CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയെ കണ്ടാൽ മതി എന്ന് പറയാൻ കാരണം അതാണ്. കേന്ദ്ര കമ്മിറ്റിയുടെ കേരളത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും പോളിംഗ് ബ്യൂറോയിലേക്കും തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ, അവര് മിക്കവാറും തന്നെ പ്രധാനപ്പെട്ട ആളുകൾ ബംഗാൾ, കേരളം, ത്രിപുര സംസ്ഥാനങ്ങളിൽ നിന്നുള്ളവരായിരിക്കും. പണ്ടും അങ്ങനെയായിരുന്നു. ആ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നതാണ് താല്പര്യം. ഡൽഹി പോയി പ്രവർത്തിക്കുക എന്നുള്ളത്, രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുക എന്നുള്ളത് അവർക്ക് താല്പര്യമില്ല. എടുക്കുന്ന സമയത്ത് ആദ്യത്തെ 1-2 മാസമൊക്കെ അവർ അത് പാലിക്കും. അത് കഴിഞ്ഞാൽ സ്വന്തം സംസ്ഥാനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് CPM-നകത്ത് വർഷങ്ങളായി നടന്നു വരുന്ന പ്രവണത. ഇത് ഇപ്പൊ തുടങ്ങിയതല്ല. മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കേരളത്തിലെ ജനങ്ങളും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെട്ട ആളുകൾ അവരെ പറ്റി മനസ്സിലാക്കേണ്ടത് 1978 വരെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കൽക്കട്ടയിലായിരുന്നു. 1964 പാർട്ടിക്കുള്ള, അന്ന് 2000. അപ്പോ 78 വരെ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് കൽക്കട്ടയിലായിരുന്നു. അപ്പൊ രാജ്യത്തിന്റെ തലസ്ഥാനം ഡൽഹിയിലാണെങ്കിലും അവരുടെ ഓഫീസ് ദീർഘകാലം കൽക്കട്ടയിലാണ്. 1978 സൽക്കിയ പ്ലീനം എന്ന് പറയും, എന്ന് വെച്ചാൽ വിശേഷാൽ യോഗം, CPM-ന്റെ അഖില ഭാരതീയ അടിസ്ഥാനത്തിൽ നടന്ന ഒരു പ്ലീനം, വിശേഷാൽ യോഗത്തിൽ സംഘടനാ തലത്തിൽ ചർച്ച ചെയ്തിട്ട് പാർട്ടി തീരുമാനിച്ചു, ഇനി കൽക്കട്ടയിൽ നിന്ന് കേന്ദ്ര കമ്മിറ്റി ഓഫീസ് ഡൽഹിയിലേക്ക് മാറ്റണം. അങ്ങനെയാണ് 1978 മുതൽ ഡൽഹിയിൽ കേന്ദ്ര കമ്മിറ്റി ഓഫീസ് പ്രവർത്തിക്കുന്നത്. ആ ഡൽഹിയിലേക്ക് പാർട്ടി ഓഫീസ് മാറ്റുക മാത്രമല്ല, ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളും പോളിറ്റ് ബ്യൂറോ മെമ്പർമാരും ഈ ഡൽഹിയെ കേന്ദ്രമാക്കി പ്രവർത്തിക്കണം. രാജ്യത്തിന്റെ തലസ്ഥാനമാണ്. അവിടെ നിന്ന് സുശക്തമായ ഒരു കേന്ദ്രീകൃതമായ ഡൽഹി കേന്ദ്രീകൃതവും തലസ്ഥാന കേന്ദ്രീകൃതവും അതോടൊപ്പം തന്നെ രാജ്യവ്യാപകവുമായ ഒരു സുശക്തമായ ബഹുജന പ്രസ്ഥാനം അവർക്ക് കൊണ്ടുവരണം. അതിന് കേന്ദ്ര കമ്മിറ്റി പോളിറ്റ് ബ്യൂറോയിൽ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിക്കുകയും അവിടെ നിശ്ചയിക്കുന്ന അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് പോയി അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് ശേഷം വീണ്ടും ഡൽഹിയിലെത്തി ആ പ്രവർത്തനം അവലോകനം ചെയ്യുക, ആ നിലയിൽ പ്രവർത്തിക്കണമെന്നാണ് തീരുമാനമെങ്കിലും പിന്നീട് ആ തീരുമാനം പാർട്ടി ഒരിക്കലും നടപ്പാക്കിയിട്ടില്ല. നേതാക്കന്മാർ അതിന് തയ്യാറായിട്ടില്ല. പ്രത്യേകിച്ച് ബംഗാളിലും കേരളത്തിലും ഇവിടെയിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന നേതാക്കന്മാരാണ് ഈ പോളിറ്റ് ബ്യൂറോ ഉള്ളത്. അവര് 1-2 മാസം വിവിധ സംസ്ഥാനങ്ങളൊക്കെ യാത്ര ചെയ്ത് കഴിയുമ്പോൾ അവർ മടിക്കും. കാരണം അവിടെ ചെല്ലുമ്പോൾ അവിടെ പാർട്ടിയില്ല, ചുമ്മാ പേരിന് വൃദ്ധരായ കുറെ ആളുകളുടെ ഒരു കൂട്ടമാണ് ഈ 3 സംസ്ഥാനങ്ങൾ ഒഴിച്ചു കഴിഞ്ഞാൽ. അവിടെ കാര്യമായ പാർട്ടിക്ക് വേറൊന്നുമില്ല. അവിടെ സഞ്ചരിച്ചു കഴിയുമ്പോൾ ഈ നേതാക്കന്മാർക്ക് മനസ്സിലാവും
ഇത് വൃഥാ നടക്കുന്നതാണ്, നമ്മുടെ സമയം പോകുന്നതാണ്. ഇതിനേക്കാൾ നല്ലത് നമ്മുടെ സ്വന്തം നാട്ടിൽ ശിഷ്ടജീവിതം നയിക്കുന്നതാണ് എന്നൊരു ചിന്താഗതി ഇവിടെ മനസ്സിലെത്തും. അതോടുകൂടി സംസ്ഥാനങ്ങളിലേക്ക് ഇവരെത്തിച്ചേരും. ഇത് പാർട്ടി 1991 ചെന്നൈ പാർട്ടി കോൺഗ്രസിലാണ് ഇതെല്ലാം വളരെ വിശദമായി വീണ്ടും ചർച്ച ചെയ്ത് അന്ന് ഒരു യുവനിരയെ കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എടുക്കുന്നതിന്റെ ഭാഗമായി പാർട്ടി പോളിറ്റ് ബ്യൂറോയ്ക്ക് പകരമല്ല അതിലേക്ക് പ്രവേശിക്കുന്നതിന് ഒരു കവാടം പോലെ ഒരു സംവിധാനം ഉണ്ടായി, സെൻട്രൽ സെക്രട്ടറി. ആ സെൻട്രൽ സെക്രട്ടേറിയറ്റിലാണ് സീതാറാം യെച്ചൂരി, പ്രകാശ് കാരാട്ട്, MA ബേബിയെ തുടങ്ങിയ ആളുകൾ അത് വീണ്ടും ചുമതലയെടുത്തത്. അവരും പിന്നീട് കാരാട്ടും യെച്ചൂരി മാത്രമാണ് ഡൽഹിയിൽ നിന്ന് പ്രവർത്തിക്കുന്നത്. ബേബി അടക്കം കുറെ നാൾ പ്രവർത്തിച്ചിട്ട് നേരെ കേരളത്തിലേക്ക് വന്നു. നിങ്ങൾക്കറിയാം, കേരളത്തിൽ വന്ന് പതുക്കെ ഇവിടെ വന്ന് ഇവിടുത്തെ പാർട്ടിയുടെ ഭാഗമായി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി കേരളത്തിൽ കൊല്ലത്ത് നിന്ന് കുണ്ടറയിൽ നിന്ന് മത്സരിക്കുകയും അദ്ദേഹം ഈ കേന്ദ്ര കമ്മിറ്റി അംഗത്വം നിലനിർത്തിക്കൊണ്ട് തന്നെ കേരളത്തിൽ മന്ത്രിയാവുകയും ചെയ്തു. ഇത് തന്നെയാണ് ബംഗാളിലെയും കേരളത്തിലെയും ത്രിപുരയിലെ ആളുകൾ. അവിടെ ശ്രീമതി ടീച്ചർ അടക്കമുള്ള ആളുകൾക്ക് ഡൽഹിയിൽ ഈ ചുമതല ഉണ്ടെങ്കിലും അവിടെ ചെന്നാൽ ഒരു ശൂന്യതാബോധം, ഒരു അന്യതാബോധമാണ് അവർക്കുള്ളത്. അവിടെ പോയി ഇന്ന് കഴിയുമ്പോൾ ശ്വാസം മുട്ടലാണ്. അതുകൊണ്ട് കേരളത്തിലേക്ക് വരും. അപ്പൊ ഇവിടെ ഇപ്പൊ പാർട്ടി കോൺഗ്രസ് അവർ വീണ്ടും തീരുമാനിച്ചത് ഇങ്ങനെയൊന്നും പോരാ, ഈ കേരളത്തിൽ മാത്രമേ പാർട്ടി ഉള്ളൂ, മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി വീണ്ടും പാർട്ടിയെ പുനരുജ്ജീവിപ്പിക്കണം, മഹിളാ പ്രസ്ഥാനത്തിന്റെ ശക്തിമത്തായ പ്രവർത്തനങ്ങളിൽ ഇവർ ഏർപ്പെടണമെന്നാണ് പാർട്ടി തീരുമാനിച്ചിരുന്നത്. ഇവിടെ എങ്ങാനും കേരളത്തിൽ ഇവിടെ വരുമ്പോൾ സംസ്ഥാന സെക്രട്ടേറിയറ്റ് ഉണ്ടെങ്കിൽ അതിനകത്ത് പങ്കെടുക്കാം. അല്ലാതെ സ്ഥിരമായി സെക്രട്ടേറിയറ്റിൽ പങ്കെടുക്കാൻ വേണ്ടി ഡൽഹി കേന്ദ്രമായി ഒരാൾ ഇവിടെ വരണം നിർബന്ധമില്ല എന്നാണ് പിണറായിയും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദനും പറഞ്ഞത്. അവർ പറഞ്ഞാണ് ശരി. പക്ഷെ ഇവർക്ക് ഇതിനകത്ത് പങ്കെടുക്കണം എന്നുള്ള അത്യാഗ്രഹം ഉള്ളതുകൊണ്ടും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായി വീണ്ടും പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ട് കേരളം കേന്ദ്രമായി അവർ കൂടുതൽ സമയം പ്രവർത്തിക്കണം എന്നുള്ളതുകൊണ്ടും മനഃപൂർവ്വം ഡൽഹിക്ക് പോകാതെ ഇവരെ തന്നെ അഴിഞ്ഞുകൂടുകയാണ് അവര്. അതിനെയാണ് ഇവർ ചോദ്യം ചെയ്തത്. ആ വാർത്ത യഥാർത്ഥത്തിൽ പുറത്തുവിട്ടത് നമ്മുടെ ഈ ശ്രീമതി ടീച്ചറും അവരുമായി ബന്ധപ്പെട്ട ആളുകളാണ്. അല്ലാതെ പിണറായി വിജയനോ അല്ലെങ്കിൽ എന്താ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയോ മറ്റൊരാള് നിൽക്കുമ്പോൾ ഇതിന്റെ കാര്യം അവർ പറയത്തില്ല. അപ്പൊ അവരോട് പറഞ്ഞ ഒരു കാര്യം മാധ്യമങ്ങൾ വഴി പുറത്തേക്ക് വരണമെങ്കിൽ ഒന്നുകിൽ ശ്രീമതി ടീച്ചറോ ശ്രീമതി ടീച്ചറുടെ ബന്ധുക്കൾ വഴിയോ അല്ലെങ്കിൽ പാർട്ടിയിലെ ഇവരുമായി ബന്ധപ്പെട്ട ആളുകൾ വഴിയോ പുറത്തേക്ക് പോവാടിയത്. യഥാർത്ഥത്തിൽ ഈ കാര്യത്തിൽ പിണറായി വിജയന്റെയും അതേപോലെ തന്നെ നമ്മുടെ ഈ പറയുന്ന സംസ്ഥാന സെക്രട്ടറിയുടെ നിലപാടാണ് ശരി എന്നുള്ളതാണ് വസ്തുത. പിന്നെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, ബംഗാളിലും ത്രിപുരയിലും കേരളത്തിലും ഉള്ളപ്പോൾ ഉള്ള ഒരവസ്ഥ നിങ്ങൾക്കറിയാമല്ലോ. അന്ന് പോലും ഈ സംസ്ഥാനങ്ങളിൽ നോക്കാതെ അവർക്ക് ഒതുങ്ങി നിൽക്കാനാണ് പല കേന്ദ്ര കമ്മിറ്റി മെമ്പർമാർക്കും പോളിറ്റ് ബ്യൂറോ മെമ്പർമാർക്കും താല്പര്യം. അത് പാർലമെന്ററി മോഹങ്ങൾ ഇല്ലാത്ത കുറച്ചാൾ S രാമേന്ദ്രൻപിള്ള അതുപോലെ തന്നെ അപൂർവം ചില ആളുകൾ മാത്രമാണ് ഡൽഹി കേന്ദ്രമാക്കി പ്രവർത്തിച്ചത്. ഈ 3 ആള് മാത്രമേ ഉള്ളൂ. പ്രകാശ് കാരാട്ട്, അദ്ദേഹത്തിന്റെ ഭാര്യ, അതേപോലെ തന്നെ സീതാറാം യെച്ചൂരി, ഈ കേരളത്തിൽ നിന്നുള്ള S രാമേന്ദ്രൻപിള്ള ഈ 4 പേരെ പ്രവർത്തിച്ചിട്ടുള്ളൂ. അവരുടെ സംസ്ഥാനങ്ങളിൽ ഇത്തരം മോഹങ്ങൾ ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ അവിടെ അവർക്ക് വേണ്ടത്ര രൂപത്തിലുള്ള സ്വീകരണം അല്ലെങ്കിൽ സ്വീകാര്യതയും ഒക്കെ അവർക്ക് ലഭിച്ചിരുന്നില്ല എന്നുള്ളതുകൊണ്ട് അവർ ഡൽഹി കേന്ദ്രമായി പ്രവർത്തിക്കാൻ നിർബന്ധിതമായി എന്നുള്ളതാണ് ശരി. അതുകൊണ്ട് മറ്റുള്ള ആളുകൾ യുവാക്കളായിട്ടുള്ള DYFയുടെ അഖിലേന്ത്യാ സെക്രട്ടറി, മഹിളാ സംഘടന അഖിലേന്ത്യാ സെക്രട്ടറി, കിസാൻ സഭ പ്രസിഡന്റ്, ഇവരൊക്കെ തെരഞ്ഞെടുക്കപ്പെടുന്ന ആളുകൾ ഡൽഹിയിൽ ആഫീസും ഇതിന്റെ സംസ്ഥാനങ്ങളിൽ പോയി അതിവേഗത്തിൽ അവർ തിരിച്ചു വരും. കാരണം അവരിൽ പോകുന്ന ഈ കേന്ദ്ര കമ്മിറ്റി എന്ന് പറയുന്നത് ബംഗാളിലും ത്രിപുരയിലും കേരളം കൊണ്ടുവരുന്നതാണ്. മറ്റ് സംസ്ഥാനങ്ങളിൽ ചെറിയൊരു പാർട്ടിയാണ്. അല്പം തമിഴ്നാട്ടിൽ നമുക്ക് ആന്ധ്രാപ്രദേശിൽ കൊണ്ടുവന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ വേറൊരു സംസ്ഥാനത്തിൽ കാര്യമായിട്ടൊന്നുമില്ല. അവിടെ ചെല്ലുമ്പോൾ തന്നെ ഈ ചെല്ലുന്ന ആൾക്ക് നിരാശയാണ്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി അവിടെ കെട്ടിപ്പടുക്കാൻ വേണ്ടിയുള്ള സാഹചര്യം ഉണ്ടായിട്ടും ഇതുപോലെ മുഴുവൻ സമയം നിന്ന് പ്രവർത്തിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവസ്ഥ. ശേഷം അവിടെ ഓഫീസ് എടുത്തതിന് ശേഷം ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും പോയി പാർട്ടി കെട്ടിപ്പടുക്കണമെന്നാണ് തീരുമാനം. അതിന് പോകാൻ ആള് തയ്യാറില്ല, അതിനുവേണ്ടി ജീവിതം മാറ്റിവെക്കാൻ തയ്യാറില്ല. അതാണ് കാരണം. അവർക്ക് ഉള്ള സ്വാധീനങ്ങളിൽ സ്ഥലങ്ങളിൽ അവർക്ക് പ്രവർത്തിക്കുക, അവിടെ MLA ആവുക, അവിടെ മന്ത്രിയാവുക, മുഖ്യമന്ത്രിയാവുക, ഇതുകൊണ്ട് പാർലമെന്ററി മോഹമാണ് ഇവരെല്ലാം നയിക്കുന്നത്. അതുകൊണ്ടാണ് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് RSS എന്ന് പറയുന്ന പ്രസ്ഥാനം, ദേശീയ പ്രസ്ഥാനം ആരംഭിച്ച അതേ കാലഘട്ടത്തിൽ തന്നെ ആരംഭിച്ചത് 1920 25-ലാണ്. 20-ൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി 2 തർക്കമുണ്ട്, പിറന്നാള് തന്നെ തർക്കമുണ്ട്. അതേ എന്തായാലും 1925-ലാണ് RSS രൂപീകരിച്ചത്. മഹാരാഷ്ട്രയിൽ ഒരു ആശയം, ഒരു ഐഡിയ അത് ഏറ്റുവാങ്ങിക്കൊണ്ട് RSSന്റെ പ്രചാരകന്മാർ
ദീർഘനാള് ഇവര് സഞ്ചരിച്ച് പല സംസ്ഥാനങ്ങളിലും പോയി അങ്ങനെ 2-3 തലമുറകൾ ഏറ്റുവാങ്ങി അവരെല്ലാം ജീവിതം അവിടെ പ്രേമിച്ചതിന്റെ ഫലമായാണ് ജീവിതം സമർപ്പിതമായി പ്രവർത്തിക്കുന്ന അടിസ്ഥാനത്തിലാണ് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലും ഈ നൂറ്റാണ്ട് കൊണ്ട് ഈ പ്രസ്ഥാനം വളർന്നു വന്നത്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇന്ത്യയിൽ വളരാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുള്ള ആശയത്തിന്റെ പ്രത്യേകത വർഗസമരമാണ്. രാജ്യത്തെ പാവപ്പെട്ടവർ ധാരാളം സ്ഥലമാണ്. ആ പാവപ്പെട്ടവരും തൊഴിലാളികളും അധ്വാനികളും ഒക്കെ ഉണ്ടായിട്ടും ഇന്ത്യയിലെ അത് വളരാത്തത്. ഈ വളരുന്ന സാഹചര്യത്തെ ഉപയോഗപ്പെടുത്താൻ കമ്മ്യൂണിസ്റ്റുകാർക്ക് താല്പര്യം ഉണ്ടായിരുന്നില്ല. അത് മാത്രമല്ല, അവിടെ പ്രത്യേക ശാസ്ത്രം മറ്റു പല സംസ്ഥാനങ്ങളിൽ ചെന്നു കഴിയുമ്പോൾ അത് ജനങ്ങൾ ഉൾക്കൊള്ളുന്നതല്ല. കാരണം ദൈവനിരാസത്തിലും യുക്തിവാദത്തിലും ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഈ പ്രസ്ഥാനം നിങ്ങൾ സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് ശരി. അതുകൊണ്ടൊപ്പം തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പിളർപ്പും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ കമ്മ്യൂണിസ്റ്റുകാരെ ഇതിന്റെ ഭാരതത്തിന്റെ ആത്മാവും അതിന്റെ ജനങ്ങളുടെ പ്രിയപ്പെട്ടവരാകാൻ, ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക്, പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞിട്ടില്ല. നിങ്ങൾ അവരുടെ വേഷം നോക്കിയാൽ മതി. ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ കോൺഗ്രസ് ആയാലും BJP ആയാലും റിലയൻസിന്റെ പാർട്ടി ആയാലും ഇന്ത്യയിലെ ദേശീയ പാർട്ടികളുടെ എല്ലാ നേതാക്കന്മാരുടെ ഭാഷ എന്താണ്? അവരെല്ലാവരും ഹിന്ദിയാണോ സംസാരിക്കുന്നത്? ഇംഗ്ലീഷ് അറിയാമായിരിക്കും, അവർ ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ഹിന്ദി ഹൃദയ പ്രദേശങ്ങളിൽ നിന്നുള്ള നേതാക്കന്മാരാണ് വടക്കേന്ത്യയിലെ നമ്മുടെ രാഷ്ട്രീയ നേതാക്കന്മാരിൽ ഭൂരിപക്ഷം. അവർ ശരിയായിട്ട് കൺവേ ചെയ്യുന്നത് അവരുടെ ഈ ഭാഷയിലൂടെ, ഹിന്ദിയിലൂടെ. CPM-ന്റെ EMS നമ്പൂതിരിപ്പാടും ഇപ്പോഴത്തെ നമ്മുടെ നേതാക്കന്മാരും ഒക്കെ നോക്കിയാൽ അവർ ഹിന്ദിയിലൂടെ അല്ല സംസാരിക്കുന്നത്. ഹിന്ദി ഇപ്പോഴും വശമായിട്ടില്ല. അവരുടെ വേഷം നോക്കും. വടക്കേന്ത്യയിലെ നമ്മുടെ കേരളീയരുടെ പഴയ മുണ്ടും ജൂബയും പോലെ വടക്കേന്ത്യയിലെ സാധാരണക്കാരുടെ വേഷമാണ് പൈജമയും കുത്തയും. മോദിയെപ്പോലുള്ള ആളുകൾ അതിന്റെ പുറത്ത് വോട്ടിൽ മാത്രമേ ഉള്ളൂ. അപ്പൊ അത് സാധാരണക്കാരുടെ വേഷം അതാണ്. സാധാരണ നോക്ക് ഇപ്പോ അഭിനവ കോൺഗ്രസ് നേതാവായ രാഹുൽ ഗാന്ധി എന്ന് ഉപയോഗിക്കുന്നില്ല പാൻറ് ഷർട്ടുമാണ്. എന്നൊരു പ്രൊഫഷണലിസ്റ്റ് ആണ് തോന്നുന്നത്. ഏതെങ്കിലും ഒരു രംഗത്ത് വിദഗ്ധനായിട്ടുള്ള ഒരു ഡോക്ടറോ അല്ലെങ്കിൽ എന്താ പറയുന്നത് ആ രൂപത്തിലുള്ള ഒരു വക്കീലോ അല്ലെങ്കിൽ ആ രൂപത്തിലുള്ള ഒരു ബിസിനസ് എക്സിക്യൂട്ടീവോ ഒക്കെ ആണെന്ന് തോന്നുന്നു. ഇതുപോലെ തന്നെയാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർ. ചില്ലറായിട്ടും അതുപോലെ തന്നെ പ്രജാസ്കാരായിട്ടാലും അവരുടെ വേഷം, ആ വേഷം എന്നൊരു ആംഗ്ലിക്കൻ വേഷമാണ്, ഇംഗ്ലീഷ് വേഷമാണ്. അവർക്ക് ഭാരതത്തിലെ ജനങ്ങളുടെ ഭാഷ, മഹാഭൂരിപക്ഷം എന്ന ജനങ്ങളുടെ ഭാഷ, അവരുടെ വേഷം, ഇതിനോടൊന്നും അവർ ഇണങ്ങിച്ചേരാൻ കഴിഞ്ഞിട്ടില്ല. അതാണ് എന്റെ കാരണം. അതുകൊണ്ടാണ് ഈ പ്രസ്ഥാനം മനസ്സിലായി. അതുകൊണ്ട് ഈ തർക്കം എന്ന് പറയുന്നത് ഇപ്പൊ ഏറ്റവും അവസാനം ഈ 3 സംസ്ഥാനങ്ങളിൽ ഒതുങ്ങിയ പാർട്ടി കേരളത്തിൽ മാത്രമായി ഒതുങ്ങിയ സാഹചര്യത്തിൽ, സവിശേഷ സാഹചര്യത്തിൽ ദേശീയ തലത്തിൽ പ്രവർത്തിക്കണം എന്ന് പാർട്ടി വീണ്ടും ഈ കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അവർ തീരുമാനമെടുത്തിട്ടുണ്ട്. അങ്ങനെയാണ് കേന്ദ്ര കമ്മിറ്റി വന്നത്. അവിടേക്ക് ശ്രീമതി ടീച്ചർ പോവാൻ തയ്യാറല്ല. ഇതാണ് ഇപ്പോൾ ഉണ്ടായ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാതൽ. യെസ് സർ. എന്തായാലും കേരളത്തിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി PK ശ്രീമതി കേന്ദ്ര കമ്മിറ്റിയിൽ എത്തിയതാണ്. അങ്ങനെ കേന്ദ്ര കമ്മിറ്റിയിൽ എത്തി അവർക്ക് സെക്രട്ടേറിയറ്റിൽ വരണം എന്നത് തന്നെയാണ് അതിയായ ആഗ്രഹം. അതിപ്പോ സാർ പറഞ്ഞതുപോലെ വീണ്ടും അധികാരം അല്ലെങ്കിൽ എനിക്ക് കൂടുതൽ പാർട്ടിയിൽ പ്രവർത്തിക്കണം എന്നുള്ളൊരു അവരുടെ ഒരു എന്താ പറയാ ഒരു ദുരാഗ്രഹം കൂടിയൊക്കെയാണ് ഇതിന് പിന്നിൽ എന്ന് പറയാം. എന്തായാലും പിണറായി വിജയന്റെ ആ എതിർപ്പിനെ അവർ മറികടന്നിരിക്കുന്നു എന്ന് വേണം കരുതാൻ. വ്യക്തമാണ്. താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.